கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே கிளியே கிளியே மணி மணி மேகத்தோப்பில் ஒரு மலை തുമ്പി വാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായുഞ്ഞായി വാൻപാടി. ഒരു സുവർണ യുഗത്തിന്റെ അന്ത്യം. തെന്നിന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ വാനമ്പാടി നമ്മുടെ സ്വന്തം ജാനകിയമ്മ ഇനി ഓർമ്മ. ഇന്ന് 2026 ജൂലൈ 11 ശനിയാഴ്ച ആ ദിവ്യ കോകിലത്തിന്റെ നാദം എന്നേക്കുമായി നിലച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മൈസൂരിലെ അപ്പോളോ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ ഹൃദയസ്തംഭനം മൂലമാണ് തന്റെ 88-ാം വയസ്സിൽ അവർ ഈ ഭൂമിയോട് വിട പറഞ്ഞത്. തമിഴ് സിനിമയിലെയും മലയാള സിനിമയിലെയും വമ്പൻ താരങ്ങളായ കമൽഹാസൻ, രജനീകാന്ത് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി കഴിഞ്ഞു. 5 പതിറ്റാണ്ടിലേറെക്കാലം ഭാരതത്തിലെ ശോഭലക്ഷം മനുഷ്യരെ പ്രണയിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ആ അമ്മ വിട പറയുമ്പോൾ സംഗീത ലോകത്ത് അവശേഷിക്കുന്നത് ഒരിക്കലും നികത്താനാകാത്ത വലിയൊരു ശൂന്യതയാണ്. വാനമ്പാടിയുടെ ചരിത്രം തുടങ്ങുന്നത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിലാണ്. വർഷം 1938 ഏപ്രിൽ 23 ജനിച്ച ശിഷ്ടില ജാനകി എന്ന കൊച്ചു പെൺകുട്ടി തന്റെ 3-ാം വയസ്സിൽ തന്നെ സംഗീതത്തിന്റെ ലോകത്തേക്ക് നടന്നു തുടങ്ങി. വിസ്മയകരമായ കാര്യം എന്തെന്നാൽ ജാനകിയമ്മ ശാസ്ത്രീയ സംഗീത ഔദ്യോഗികമായി ഒരിടത്തു നിന്നും പഠിച്ചിട്ടില്ലായിരുന്നു. തന്റെ സ്വതസിദ്ധമായ കഴിവും കഠിനാധ്വാനവും മാത്രമായിരുന്നു അവളുടെ മൂലധനം. നാദസ്വരം വായിക്കുന്ന മാമന്റെ ശിക്ഷണത്തിൽ പാടി വളർന്ന ജാനകി 1957 തമിഴ് ചിത്രമായ വിധിയൻ വിളയാട്ട് എന്ന സിനിമയിലൂടെയാണ് പിന്നണി ഗാന രംഗത്തേക്ക് വരുന്നത്. തൊട്ടടുത്ത വർഷം മിന്നൽ പടയാളി എന്ന ചിത്രത്തിലൂടെ മലയാളക്കരയിലേക്ക് ആ ശബ്ദം ഒഴുകിയെത്തി. അന്ന് മലയാളികൾ കേട്ട ആ സ്വരം പിന്നീട് അവരുടെ ഹൃദയമിടിപ്പായി മാറുകയായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20ഓളം ഭാഷകളിലായി 48,000-ത്തിലധികം ഗാനങ്ങൾ ഒരൊറ്റ ജന്മം കൊണ്ട് ഒരു മനുഷ്യന് ഇത്രയധികം പാട്ടുകൾ പാടി ജനഹൃദയങ്ങൾ കീഴടക്കാൻ കഴിയുമോ എന്ന് ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു. ശരത്കാല സന്ധ്യ കുളിർ തൂകി വന്നപ്പോഴും തുമ്പി വാ എന്ന് പാടി കൊതിപ്പിച്ചപ്പോഴും മൗനമേ നിറയും മൗനമേ എന്ന് പാടി വിതുമ്പിച്ചപ്പോഴും നമ്മൾ കേട്ടത് ജാനകിയമ്മയുടെ ആത്മാവായിരുന്നു. ഗന്ധർവൻ KJ യേശുദാസിനൊപ്പം ജാനകിയമ്മ പാടിയ ശുക്മഗാനങ്ങളും ഇളയരാജയുടെ സംഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യത്തോടൊപ്പം പാടിയ പാട്ടുകളും കേൾക്കാത്ത ഒരൊറ്റ സംഗീത പ്രേമി പോലും ഭാരതത്തിലില്ല. ഒരു കൊച്ചു പെൺകുട്ടിയുടെ നിഷ്കളങ്കതയോടെ ശബ്ദം മാറ്റാനും പ്രണയിനിയുടെ വിരഹത്തോടെ പാടാനും അമ്മയുടെ വാത്സല്യത്തോടെ പാടാനും ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33-ലധികം പുരസ്കാരങ്ങളുമാണ് ആ പാദങ്ങളിൽ വന്നു വീണത്. എന്നാൽ ജാനകിയമ്മ വെറുമൊരു ഗായിക മാത്രമല്ല, കടുത്ത നിലപാടുകളുള്ള ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു. 2013 രാജ്യം അവർക്ക് പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ തികഞ്ഞ അന്തസ്സോടെ അത് നിരസിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇത് വളരെ വൈകിപ്പോയി. തെന്നിന്ത്യൻ കലാകാരന്മാരെ രാജ്യം എപ്പോഴും അവഗണിക്കുകയാണ്. ഈ പതിറ്റാണ്ടുകളായുള്ള സംഭാവനയ്ക്ക് തനിക്ക് ലഭിക്കേണ്ടത് ഭാരതരത്നമാണ്. അതെ, അവാർഡുകളെക്കാൾ വലുത് തനിക്ക് തന്റെ ആരാധകരുടെ സ്നേഹമാണെന്ന് തെളിയിച്ച വ്യക്തിത്വമായിരുന്നു അവരുടേത്. 2017 മൈസൂരിലെ ഒരു പരിപാടിയിൽ വെച്ച് ഇനി ഞാൻ പാട്ടുകൾ നിർത്തുകയാണെന്ന് പ്രഖ്യാപിച്ച് അവർ പൂർണ്ണമായും വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു. 2026 ജൂലൈ 11 ആ മധുരനാദം ഭൂമിയിൽ നിന്നും മാഞ്ഞുപോയെങ്കിലും ഭൂമി ഉള്ളിടത്തോളം കാലം മലയാളികളുടെ പ്രണയത്തിലും വിരഹത്തിലും താരാട്ടുപാട്ടുകളിലും ആ ശബ്ദം അമരമായി ഇരിക്കും. അവരുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി മൈസൂരിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ജാനകിയമ്മയുടെ ഏത് പാട്ടാണ് നിങ്ങളുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്? താഴെ കമന്റ് ചെയ്യൂ. ആ പുണ്യാത്മാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ @മലയാളി ഏരിയ സബ്സ്ക്രൈബ് ചെയ്യൂ.